ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ചായക്കടിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഞങ്ങളെ ചായൻ്റെ സ്പെഷ്യലാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ മേലെ എന്ത് വേണമെങ്കിലും തേച്ചിട്ട് തിന്നാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡോണറ്റാണ് ഇന്ന് ഉണ്ടാക്കിയത്. സൂപ്പറാണ്, അടിപൊളി, എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല നമ്മളെ കഫേയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു സ്റ്റൈലിലുള്ള ഡോണറ്റാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഡോണറ്റിൻ്റെ മാവാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് ചെറിയ ചൂടുള്ള പാൽ, ചെറു ചൂട് കേട്ടോ, തിളച്ച പാലല്ല, ചെറിയ ചൂട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര എന്താ പറയുക, കൂടി പോകാൻ പാടില്ല, ആ പെണ്ണ കുടിച്ച് പോവും. അതുപോലെ തന്നെ കളറും മാറും കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈ ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. അത് 2 ടീസ്പൂണാണ് മെഷറിംഗ് ടേബിൾ സ്പൂണിൽ ഞാൻ എടുക്കുന്നത്, 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്, അതും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ആ മുട്ടയും കൂടെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇളക്കി മിക്സ് ആക്കുന്നതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര അലിയുന്ന വരെയാണ് ഇത് ഇളക്കി മിക്സ് ആക്കി കൊടുക്കേണ്ടത്. ആ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ആ ഒരു പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു 3 കപ്പ് മൈദ ഞാനിവിടെ അളന്ന് മാറ്റി വെച്ചതാണിത്. മെഷറിംഗ് കപ്പിൽ 3 കപ്പ്. ആ 3 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിന് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. ആ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് ആ പൊടിയും കൂടെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുഴക്കട്ടോ. ഞാനൊന്ന് എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊന്ന് സ്പാച്ചില കൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൈ കൊണ്ട് കുഴക്കണമെങ്കിൽ അങ്ങനെയും കുഴക്കാം. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ആയി എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, കുറച്ച് ലൂസിൽ ചെയ്യുന്ന ഒരു ഇതാണ് കാണിച്ചത്. ഇതിപ്പോൾ നല്ല എന്താ പറയുക, ഒരു നമ്മളെ ചപ്പാത്തിൻ്റെ ഒരു പാകത്തിലുള്ള കുഴയാണ് ഇട്ടത്. ഇതങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കൂടുതൽ നേരം കുഴച്ച് എന്താ പറയുക, അത്രയും നേരം കുഴച്ചെടുക്കൊന്നും വേണ്ട. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്നാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതായത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഉരുള പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉരുള പോലെ ആയി കഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. അതുവരെ ഇതിങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഒരു ഒറ്റ ഉരുള ആകണ വരെ ഇതൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരു ചപ്പാത്തിൻ്റെ പാകമാണ്, അയവാണ് ഇതിനുണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഉപ്പ് വേണ്ടിയത്. എൻ്റെ കയ്യിലുള്ള സ്പൂൺ എന്ന് പറയുന്നത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും നിറച്ചെടുത്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ഇനി ഈ ബട്ടറും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഇട്ടിട്ട് കുഴച്ചെടുക്കരുത്. ഇങ്ങനെ തന്നെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കാൻ തന്നെ ഈ ബട്ടർ ഇതിൽ മിക്സ് ആയാൽ മതി കേട്ടോ. അപ്പോൾ ആ ബട്ടർ കാണാത്ത രീതിയിൽ ആ പൊടിയായിട്ട് യോജിച്ച് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ആ ബട്ടർ ഇപ്പോൾ കാണുന്നില്ല, നന്നായിട്ട് കുഴച്ചെടുത്തതാണ് ഇപ്പോൾ ഞാനിത് കണ്ടോ. ഇതങ്ങനെ ഒരു ലൂസൊന്നുമല്ല, നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പൊടിൻ്റെ ഒരു പാകമേ ഇപ്പോൾ ഇതിനുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ, ഒട്ടുമൊന്നുമില്ല, കയ്യിലൊന്നും ഒട്ടാത്ത പാകമാണ്. അപ്പോൾ ഞാൻ പണ്ട് കാണിച്ച ഡോണറ്റ്സിൻ്റെ റെസിപ്പിയിലൊക്കെ ഒരുപാട് നേരം കുഴക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു അത്രയും നേരം കുഴക്കാനൊന്നും പറ്റൂല എന്നുള്ള. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ ഞാൻ ആ എടുത്ത സ്പൂണുമേൽ കുറച്ചുണ്ട്, അതിങ്ങോട്ട് വടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ പുരട്ടിയതാണ്. അപ്പോൾ അത് മൂടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഇത് 1 മണിക്കൂർ വെക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മതി. അപ്പോൾ ഇത് വെക്കൽ നിർബന്ധമാണ്, എന്തായാലും മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് ഇത് വെച്ചത് കേട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് എടുക്കുന്നത്. ഇതിപ്പോൾ പൊങ്ങി നല്ല പാകത്തിലായി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ അയവൊന്നുമില്ലാത്തതുകൊണ്ട് ഇത്രയാണ് ഇത് പൊങ്ങുക. ഇതിന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്യുന്ന ഡിഷിൽ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാനിപ്പോൾ ഒരു വലിയ പ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കിംഗ് ട്രേ എടുത്തത്. അതിലേക്ക് ഇത് ഓരോന്ന് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് ചെയ്യണത്. വേണമെങ്കിൽ ബേക്ക് ചെയ്യുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു മാവ് ഒന്നും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ കുഴച്ചതിന് ശേഷം ഇതിന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓരോ ഡോണറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ ഉരുട്ടണത്. ഒരു ചെറിയ പൂരിനെക്കാട്ടും കുറച്ചും കൂടെ ഉണ്ട് ഉരുള. ഒരു ചപ്പാത്തിൻ്റെ അത്ര വലുപ്പമില്ല, എന്നാൽ പൂരിൻ്റെ ഒരു പാകമല്ലാനും ആ ഒരു രീതിയിൽ ഒരു ചെറിയ സൈസുള്ള ഉരുള അത്രയാണ് ഞാനിപ്പോൾ അങ്ങനെ ആക്കിയെടുത്തത്. മൊത്തത്തിൽ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ ചപ്പാത്തിൻ്റെ ഉരുളയൊക്കെ ഉരുട്ടിയെടുക്കണ പോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക.
ഊറ്റിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് അമർത്തിയാൽ മതി. ഞാനിപ്പോൾ മൂടിമേൽ വെച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിൽ ഇങ്ങനെ ഹോൾ വരുന്ന ഇത്രയും റൗണ്ടുള്ളൊരു സാധനമുണ്ട് വെച്ചിട്ട് ഒരു കുപ്പിൻ്റെ മൂടിയോ എന്തായാലും പ്രശ്നമില്ല, അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡോണറ്റിൻ്റെ ഷേപ്പായി ഉണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഡോണറ്റ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അത് വെച്ചിട്ട് ഫസ്റ്റത്തെ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം അതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിത് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം ചൂടായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊന്ന് വേറൊരു അടുപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചെറിയ തീരെ ചൂടധികമായി പോകാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷമാണ് ഈ ഡോണറ്റ് ഞാൻ എടുത്തത് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത്. ആദ്യം ഒന്നിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ചൂട് അധികം ഉണ്ടോ കുറവാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഒന്ന് ഇട്ടിട്ട് പൊരിച്ചാൽ മതി. ഇതിപ്പോൾ ചൂട് അധികമാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഞാനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമ്മളിപ്പോൾ ഇത് കോരി മാറ്റേണ്ടത്. അപ്പോൾ തീ കണ്ടില്ലേ, നല്ല സിമ്മാക്കി വെച്ചതാണ് ഞാനിത്. ഇനിയിപ്പോൾ ഫസ്റ്റത്തത് അങ്ങ് കോരി മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2-3 ഒന്നിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ തീ കൂടാൻ പാടില്ല, ചെറിയ തീയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തത് ഞാനിപ്പോൾ 2-3 ഒന്നിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു 3 ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല. എന്നിട്ട് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുക. ഒരു ഭാഗം ഒന്ന് ബ്രൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പൊരിക്കുന്ന ചൂടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചെറിയ തീയിലിട്ടിട്ട് അത് പൊരിച്ചെടുക്കാവൂ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് വരിക കേട്ടോ. അല്ലെങ്കിൽ ഇത് ഹാർഡായിട്ടാണ് വരിക. നമുക്കൊരു ഈ ഒരു ഡോണറ്റിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിലായി കിട്ടൂല. അപ്പോൾ ഞാൻ അടുത്തതും കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അത് കണ്ടോ, എല്ലാം ഞാനിങ്ങനെ പൊരിച്ചെടുത്തതാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അടിപൊളിയാണ്, സൂപ്പർ ഡോണറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കഫേയിലോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡോണറ്റ്സിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ ആദ്യം പൊരിച്ചതാണിത്. അതിപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ചിട്ട് ഉള്ളിൽ നോക്ക്, ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണിത് കേട്ടോ. ഇതിപ്പോൾ ഞാനൊന്ന് സ്ലോലാക്കി കാണിച്ചിരുന്നതാണ്. ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലാണ് ഉണ്ടാവുക, സൂപ്പറാണ് കേട്ടോ. പുറം ഭാഗമാണെങ്കിൽ ചെറുതായിട്ടൊരു ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളൊക്കെ നല്ല സ്പോഞ്ചിയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ നെക്കി നോക്കിയാൽ തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ തിരിച്ച് അതേപോലെ വരും. അപ്പോൾ ഈ ഒരു ഡോണറ്റ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും വിജയിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത്. എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. അതേപോലെ തന്നെ ഡോണറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. ഓവർ മധുരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് മധുരമൊക്കെ കൂടുതലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പഞ്ചസാരൻ്റെ പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കണേ ഉള്ളൂ കേട്ടോ. ഇവിടെ അസ്ലങ്ങൾക്കൊന്നും അധികം പഞ്ചസാര പറ്റൂല എന്നൊന്നും പറയും. അപ്പോൾ അധികം പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് പൊതിഞ്ഞിങ്ങ് എടുക്കുകയാണ്, അത്രേ ചെയ്യണുള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, ഞാനിപ്പോൾ ഒന്നിങ്ങനെ ഓരോന്നും അതിലൊന്ന് മുക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ എന്തിനാ പാത്രത്തിലിടുമ്പോൾ എണ്ണ ആവില്ല എന്നൊന്നും ചോദിക്കേണ്ട. അതിൽ എണ്ണയൊന്നും ഇല്ല കേട്ടോ. തീരെ എണ്ണയൊന്നും കുടിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ നോക്ക്, അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡോണറ്റാണ് കേട്ടോ. തിന്നാൽ പൂതിയിടില്ല എന്ന് പറയാം, അത്രയും നല്ല അടിപൊളി സൂപ്പർ റെസിപ്പിയാണ്. ഈ ഒരു ഡോണറ്റ്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നിവിടെ ചായ ഉണ്ടാക്കിയത് ബാസിയാണ് കേട്ടോ. ബാസിൻ്റെ സ്പെഷ്യലാണെന്ന് ചായ ഉണ്ടാക്കാൻ ഇവിടെ ആച്ചിയും ബാസിയും എല്ലാം സൂപ്പറാണ് കേട്ടോ. അവർക്ക് ഇവിടെ ഞങ്ങൾക്ക് ചായ ഭയങ്കര പ്രധാനമാണ്. അതും സാധാ ചായ എന്ന് പറയാം, നല്ല എന്താ പറയുക തൈലം പോലത്തെ ചായ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സ്ട്രോങ് ചായയാണ് എല്ലാവർക്കും വേണ്ടിയത്. അതുകൊണ്ട് തന്നെ ചെറുതിലെ ആച്ചിയും ബാസിയൊക്കെ ചായ ഉണ്ടാക്കി ശീലിച്ചാണ്. അവർക്കെല്ലാം ചായ മിനിറ്റിന് കിട്ടുകയും വേണം, അങ്ങനത്തെ ചായ തന്നെ വേണമാനും. അപ്പോൾ ഞാനിത് പൊരിക്കുമ്പോഴത്തേക്ക് ഓനോട് ആക്കാൻ പറഞ്ഞപ്പോൾ ഓൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഡോണറ്റും ചായ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.